ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തെ പലരും ഒരു നദിയോട് ഉപമിക്കാറുണ്ട്. നദിയുടെ ഒരു ഒഴുക്ക് പോലെയാണ് ജീവിതം. ചില സമയത്ത് നദി വളരെ ശാന്തമായിട്ട് ഒഴുകും, ചില സമയത്ത് അവൾ സംഹാര രൂപിണിയാകും. ദുർഘടം പിടിച്ച വഴികളിലൂടെ ചിലപ്പോൾ ഒഴുകേണ്ടതായിട്ട് വരും. നമ്മുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെയാണല്ലേ. പക്ഷെ എങ്ങനെയൊക്കെ ഒഴുകിയാലും അവസാനം ശാന്തമായി എത്തേണ്ട ഇടത്തേക്ക് എത്തുന്ന ഒരു നദി പോലെ ആവണം ജീവിതം. അങ്ങനെ ശാന്തമായിട്ട് വന്നു ചേരാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ 60+ എന്ന കാലഘട്ടം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, ഈ ഒരു കാലഘട്ടം ഏറ്റവും ശക്തമായി ശാന്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശക്തമായിട്ടുള്ള ചില തൂണുകൾ നമ്മൾ പണിതെടുക്കണം. അങ്ങനെ നമ്മൾ പണിതെടുക്കേണ്ട 6 പില്ലറുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആ 6 പില്ലറുകളായി മാറേണ്ട 6 കാര്യങ്ങൾ, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാലഘട്ടങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾ ഒരുപോലെയല്ല, അത് വ്യത്യസ്തമാണ്. യൗവനകാലത്തുണ്ടായ ആവശ്യങ്ങളെയല്ല വാർദ്ധക്യകാലത്ത് നമുക്കുണ്ടാകുക. അതുപോലെ തന്നെ ബാല്യകാലത്തുണ്ടായ ആവശ്യങ്ങളല്ല യൗവനകാലത്ത് നമുക്കുണ്ടായത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ റോളുകളിലും ആവശ്യങ്ങളിലുമൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ഓരോ കാലഘട്ടവും ശക്തമായിട്ട് ശാന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കാകണം. അതിന് ഏറ്റവും സാധ്യതയുള്ളൊരു കാലഘട്ടം തന്നെയാണ് 60+. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല ഇത്. അപ്പോൾ നമുക്കങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടേ. അപ്പോൾ നമുക്കിന്ന് ഈ 6 കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഇന്നർ പീസ്, ആന്തരികമായിട്ടുള്ളൊരു സമാധാനം. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഈ ഓൾഡ് ഏജിൽ നമ്മുടെ ലൈഫ് റോൾസിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പല റോളുകളും ഇല്ലാതായി. ഇനി ഉള്ള റോളുകളിലും ആ ഉത്തരവാദിത്വത്തിലൊക്കെ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ കാര്യം തന്നെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു മകളുടെ റോളില്ല, മരുമകളുടെ റോളില്ല. ഞാൻ ഒരുവിധ ഉത്തരവാദപ്പെട്ട ജോലി ചെയ്തിരുന്ന ഒരാളാണ്. റിട്ടയർ ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും എനിക്കിനി ചെയ്യാനില്ല. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ വളരെയധികം ഫ്രീ ആണിപ്പോൾ. എന്നാലും ഈ ഇന്നർ പീസ് അനുഭവിക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഞാൻ കഴിഞ്ഞൊരു ദിവസം അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയായിരുന്നു, അവരുടെ മകൾ വലിയ ഉദ്യോഗസ്ഥയാണ് കേട്ടോ, പക്ഷെ മകളെക്കുറിച്ച് ഇവർക്ക് ഇപ്പോഴും ഒരു വേവലാതിയാണ്. ഇപ്പോഴുള്ള ഉത്കണ്ഠ എന്താണെന്നോ, അവൾ തനിയെ ഡ്രൈവ് ചെയ്താണ് ജോലിക്ക് പോകുന്നത്. അവൾ തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ ഞാൻ അതുതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. എനിക്കൊരു സമാധാനവും ഇല്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, ഇപ്പം മകൾക്ക് ജോലിയില്ലായിരുന്നെങ്കിൽ അതിനെ ചൊല്ലിയുള്ള പ്രശ്നമായിരിക്കും അല്ലേ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ആകുലപ്പെടും. ഒന്നുമില്ലാതെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കുന്നത്, അത് മനുഷ്യ മനസ്സിൻ്റെ ഒരു വിക്രിയാണെന്ന് പറയാം. അതുപോലെ വേറെ ചിലരുടെ പ്രശ്നം ഈ ഹെൽത്ത് ആങ്സൈറ്റിയാണ്. ഇത്രയും വരെയൊക്കെ നമ്മൾ എത്തിയില്ലേ, ഇനിയും നമുക്കങ്ങനെ മുന്നോട്ട് പോകാമെന്നേ. ആർക്കെങ്കിലുമൊക്കെ വരുന്ന അസുഖങ്ങൾ നമുക്കുണ്ടെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, അത് നമുക്ക് വല്ലാത്ത ആങ്സൈറ്റി തരുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും കുഴപ്പമുണ്ടാകുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ ചില രീതികളാണ്. നമുക്കൊരു ഇന്നർ പീസ് തീർച്ചയായിട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പോസിറ്റീവ് അഫർമേഷൻ. നമ്മളെ ഒരു ഡയറിയും പേനയും എടുക്കണം. നമുക്കിപ്പോൾ ജീവിതത്തിൽ വേണ്ടത് എന്തൊക്കെയാണ്, ആഗ്രഹമുള്ള 4-5 കാര്യങ്ങൾ നല്ല വൃത്തിയായി ഭംഗിയായിട്ട് അതിൽ എഴുതി വെക്കുക. ഞാനിപ്പോൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കണം. പോസിറ്റീവ് അഫർമേഷനായിട്ട് ഞാൻ എഴുതുന്നത് ഐ ആം ഹാപ്പി. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മൾ ഇപ്പം തന്നെ ആയി എന്നുള്ള കോൺഫിഡൻസിൽ തന്നെ എഴുതി വെക്കുക. അതുപോലെ വേണ്ടൊരു കാര്യമാണ് ഹെൽത്ത്, ഐ ആം ഹെൽത്തി. അപ്പം അങ്ങനെ നമുക്ക് വേണ്ട 4-5 കാര്യങ്ങൾ അങ്ങോട്ട് എഴുതുക. ഐ ആം റിച്ച്, നല്ല പണം വേണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഐ ആം റിച്ച് എന്ന് എഴുതുക. നമ്മുടെ ചിന്തകൾ നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്നോ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ബ്ലെസ്സിങ്സ്, ഇപ്പോഴുള്ള ബ്ലെസ്സിങ്സ്, ഇന്നുണ്ടായ ബ്ലെസ്സിങ്സ്, അതൊക്കെ എഴുതുന്ന ഒരു ശീലം ഉണ്ടാക്കുക. അത് നമുക്ക് തരുന്ന സന്തോഷം സമാധാനമൊക്കെ വളരെ വലുതാണ്. ഞാൻ ഇത്രയും കാലം ജീവിച്ചിട്ട് ഇത്രയൊക്കെ നന്മകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായല്ലോ, എന്ത് സമാധാനം തരുന്ന ചിന്തയാണല്ലേ. അത് എഴുതുമ്പോൾ അത് കൂടുതൽ പവർഫുള്ളാകും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇനി ഒരു കാര്യം കൂടി ചെയ്യാം, മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുക.
അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, അത് നമ്മളെ ഓൾഡ് ഏജിൽ ഒരുപാട് സഹായിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാത്രി വരെ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് ചെയ്യാനായിട്ടുള്ള ഒരു സമയം നമ്മളിങ്ങനെ കണ്ടെത്തുമ്പോൾ നമുക്ക് വേറൊന്നിനെ പറ്റിയും അധികം ചിന്തിക്കാൻ അവസരം കിട്ടില്ല. നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് മനസ്സ് പോവില്ല. അതാണ് മൈൻഡ്ഫുൾനെസ്. എന്തൊക്കെ കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടത്, അത് ചെയ്യുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുക. ഞാൻ കുറേയൊക്കെ അത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ ആ പോകേണ്ട കാര്യത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അത് ഒരുപാട് സഹായിക്കാറുണ്ട്. പലപ്പോഴും ഈ മറവി, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അല്ലെങ്കിൽ കണ്ടിട്ടില്ലേ, പലതും നമ്മൾ മറന്നുപോകും. ഒരു സാധനം ചിലപ്പോൾ വെച്ചിട്ട് അങ്ങോട്ട് നീങ്ങി വരുമ്പോൾ ഇത് എവിടെ വെച്ചെന്ന് മറന്നുപോകും. അങ്ങനെ ഒരുപാട് സമയമൊക്കെ പാഴായി പോകാറില്ലേ. മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ അതിനൊക്കെ വലിയൊരു പരിധി വരെ പരിഹാരമാകും. രണ്ടാമത്തെ കാര്യം ഹെൽത്ത് ആൻഡ് എനർജി. അവിടെ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും തയ്യാറാകരുത് കേട്ടോ. ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, മാനസികമായ ആരോഗ്യം. ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ മനസ്സിന് ആരോഗ്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഓൾഡ് ഏജിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ വിട്ടുകളയാറുണ്ട്. ഓൾഡ് ഏജിൽ മാത്രമല്ല, പൊതുവേ നമ്മൾ അങ്ങനെയാണ്. ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ശരീരം. നമ്മൾ നേരത്തെ എഫർമേഷൻ എഴുതൂലേ, പോസിറ്റീവ് എഫർമേഷൻ. നമ്മൾ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഉള്ളതുപോലെ സങ്കല്പിച്ചുകൊണ്ട് എഴുതിയില്ലേ, അതിലൊന്നാണ് ഐ ആം ഹെൽത്തി. ഈ ഒരു സംഭവം നമ്മൾ എന്ത് വില കൊടുത്തും അതിന് വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ കണ്ടെത്തണം. ഒരു എക്സ്ക്യൂസും പറയരുത്, എൻ്റെ പേരക്കുട്ടിയെ നോക്കി എനിക്ക് ഹെൽത്ത് നോക്കാൻ പറ്റിയില്ല, ഇത് പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. കാരണം അസുഖങ്ങൾ വന്നാൽ ചിലപ്പോൾ നമ്മളെ നോക്കാൻ ആളുണ്ടായാലും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മളല്ലേ. അപ്പോൾ അവിടെ നമ്മുടെ ഒരു അലംഭാവം പാടില്ല. അപ്പോൾ നമ്മൾ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കൊരു ആത്മവിശ്വാസം വരും കേട്ടോ. കുറേ സംശയങ്ങൾ ഒഴിവായി കിട്ടും. ഓ, ഞാൻ ഈ പറയുന്നതെല്ലാം ചെയ്യുന്ന ആളാണെന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ നമ്മുടെ ശരീരം കുറേയൊക്കെ ഓക്കെ ആവും. ഈ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞൊരു ഡിക്ലൈൻ സ്റ്റേജാണ്, അത് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ജീവിതത്തിലെ ആദ്യത്തെ കുറേ വർഷങ്ങൾ നമ്മുടെ ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഒരു സ്റ്റഡി ആയിട്ട് കുറച്ച് കാലം പോകും. 60 വയസ്സൊക്കെ കഴിയുമ്പോൾ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ആ ഒരു സ്ലോ ഡൗൺ പ്രോസസ്സ് ഉണ്ടാവും. എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യാറുണ്ട്. പണ്ടത്തെ അത്രയും വെള്ളം കുടിച്ചാൽ പോരാ, കൂടുതൽ വെള്ളം കുടിച്ചാലേ നമുക്ക് ആ ഒരു ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് എനിക്ക് കിട്ടാറുള്ളൂ കേട്ടോ. അത് ശരിയാണ്. ഞാൻ പല പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്. പ്രായമായി വരുമ്പോൾ വരുന്ന ചേഞ്ചസിലൊന്നാണ് ഡീഹൈഡ്രേറ്റഡ് ആവുക. അതുപോലെ എല്ലുകളുടെ ബലം കുറയും, പല്ലുകളുടെ ബലം കുറയും, മുടിയുടെ തിക്നെസ് കുറയും. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതിനൊക്കെ ആവശ്യത്തിന് കെയർ കൊടുത്താൽ നമ്മുടെ ഈ ഡിക്ലൈൻ സ്റ്റേജിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റും. നമ്മുടെ വീടുകളിൽ ഒരു കുഴപ്പമുള്ളത്, എല്ലാവർക്കും ഒരേ ഭക്ഷണക്രമമാണ്. കൊച്ചു കുഞ്ഞു തുടങ്ങി പ്രായമായ ആൾ വരെ എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കും. അത് പാടില്ല. നമ്മുടെ ഭക്ഷണക്രമം നമ്മൾ തീരുമാനിക്കണം. ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഒരുപാട് കൊതിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം അടക്കണം. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും. ഞാൻ കുറച്ച് കാലം മുന്നേ വരെ ഇതൊക്കെ ഒരുപാട് കഴിക്കുമായിരുന്നു. ഇപ്പം ഞാനൊരു ചലഞ്ചായിട്ട് എടുത്തിരിക്കുക. ഇതൊക്കെ കണ്ടാൽ അത്യാവശ്യം ഒന്ന് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയരുത്. നമുക്കത് കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കുറേശ്ശെ എല്ലാം കഴിക്കുക. അതാണ് കേട്ടോ എൻ്റെ പോളിസി. ഒന്നും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടില്ല, എല്ലാം കുറേശ്ശെ കഴിക്കുക. പിന്നെ ഷുഗർ കഴിയുന്നത്ര കുറയ്ക്കുക. പഴങ്ങളും പച്ചക്കറികളും അതെല്ലാവരും പറയുന്നതാണ്, അത് ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, നമ്മുടെ എല്ലാവരുടെയും ശരീരം വളരെ യുണീക്കാണ്. വേറൊരാളുടെ ശരീരമല്ല എൻ്റെ ശരീരം. അപ്പം നമ്മുടെ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിച്ച്, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ശരീരത്തിന് ഒരു അസ്വസ്ഥതയോ പ്രശ്നമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് പോകണം, കൺസൾട്ട് ചെയ്യണം. നാട്ടുകാരോടൊക്കെ കൺസൾട്ട് ചെയ്താൽ അത് പ്രശ്നമാകും. ഒരു വിവരമില്ലാത്തവരും നമ്മളെ ചിലപ്പോൾ വഴിതെറ്റിക്കും. അതുകൊണ്ട് വേണ്ട ആളുകളോട് അതിൻ്റെ വിദഗ്ധരുമായിട്ട് കൺസൾട്ട് ചെയ്ത് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക. ഓൾഡ് ഏജിൽ നമ്മൾ നല്ല എനർജറ്റിക് ആകുന്നതേ നമുക്ക് നല്ല ആത്മവിശ്വാസം തരും. ഓൾഡ് ഏജിൽ നമുക്ക് ശാരീരികമായ അവശതകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് എനർജറ്റിക് ആയിരിക്കാൻ പറ്റും. അപ്പോൾ എനർജി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹാപ്പിനെസ്. ഈ എനർജി വളരെ അത്ഭുതകരമായ ഒന്നാണ്. എനർജി നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ ശിഷ്യൻ മധു ഭാസ്കറിനെ കുറിച്ച് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. മധു വലിയൊരു ട്രെയിനറാണ്. ഞാൻ മധുവിനോട് ഇപ്പോൾ പറയാറുണ്ട്, ഓ മധുവിൻ്റെ ലെവൽ മാറിപ്പോയി. ഞാനൊരു പുസ്തകം എഴുതിയപ്പോൾ മധുവാണ് അതിൻ്റെ അവതാരിക എഴുതിയത്.
മധു അതിനകത്ത് സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ പഠിപ്പിച്ച മാത്തമാറ്റിക്സ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ടീച്ചറിനെ ഞാൻ ഇപ്പോഴും ഓർക്കാൻ കാരണം, ഇഷ്ടപ്പെടാൻ കാരണം, ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ ഞങ്ങൾക്ക് പകർന്നു തന്ന എനർജിയാണ്. ഒരു ഊർജം പ്രസരിപ്പിച്ചുകൊണ്ടാണ് ടീച്ചർ ക്ലാസ് എടുക്കാറ്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ് ഐ ആം എനർജറ്റിക്. തളർന്നൊടിഞ്ഞ് നമ്മൾ നിൽക്കരുത്, നിവർന്ന് നിൽക്കണം, ഹാപ്പി ആയിട്ട് നിൽക്കണം. ആ ഹാപ്പിനെസ് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മുടെ ഓൾഡ് ഏജിൽ നമുക്ക് കൂട്ടായി മാറേണ്ട ഒന്നാണ് നമ്മുടെ എനർജി. ഇനി മൂന്നാമത്തെ കാര്യം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക സ്വാതന്ത്ര്യം. സാമ്പത്തിക സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. പണം നമ്മുടെ കയ്യിലുണ്ടാകണം. ചിലർ ഒരു വിവേകമില്ലാതെ പണം ചിലവാക്കി കളയും. റിട്ടയർ ചെയ്യണ സമയത്ത് കിട്ടിയ പണമൊക്കെ മക്കൾക്ക് അങ്ങോട്ട് വിതരണം ചെയ്യുക. അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. മക്കൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവരെ സഹായിക്കാം. ആ സഹായിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു വരുമാന പരിധിയിൽ നിന്നുകൊണ്ട് വേണം സഹായിക്കാൻ. നമ്മൾ സാമ്പത്തിക ബാധ്യതയിലായി പോകരുത്. മക്കൾക്ക് വേണ്ടത് ചെയ്യേണ്ട സമയമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി അവർ സ്വയം ജീവിതം കെട്ടിപ്പടുക്കട്ടെ, കുറച്ചവർ ബുദ്ധിമുട്ടട്ടെ, പ്രയത്നിക്കട്ടെ. ചില മക്കളെങ്കിലും നമ്മുടെ കയ്യിലുള്ള പണം കണ്ടുകൊണ്ടാണ് വീട് വെക്കുന്നത്, സ്ഥലം വാങ്ങുന്നത്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ലോണായി കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് വരും. അവിടെയൊക്കെ നമ്മൾ വളരെ കരുതലോടുകൂടി പെരുമാറണം. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു സമയം കളഞ്ഞു കുളിക്കരുത്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണമെങ്കിൽ പണം വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നത് നമ്മുടെ വരുമാനത്തെക്കുറിച്ചും ചെലവിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അത് കൃത്യമായിട്ട് കണ്ടെത്തണം. ആവശ്യങ്ങൾ എന്താണ്, നമുക്ക് സന്തോഷം തരുന്നത് എന്താണ്, അതിനുവേണ്ടി പണം ചെലവഴിക്കണം. എപ്പോഴും നമ്മുടെ വരുമാനവും ചെലവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകണം. അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, നമ്മുടെ ഒരു പ്രായമനുസരിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ഇനി വേണ്ട. സത്യത്തിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഈ മനസ്സമാധാനമൊക്കെ നഷ്ടപ്പെടും. ചെറിയൊരു ഫിനാൻഷ്യൽ ഗ്രോത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഇൻക്രീസ് നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാം. കാരണം നമ്മളെ ആർക്കും ഭാരമായി മാറരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കരുതൽ നമ്മുടെ അടുത്ത് ഉണ്ടാവണം. ചില ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട് കേട്ടോ. അധികം വരുമാനമൊന്നുമില്ലാത്ത ചിലരാണ് ഇത് പറയുന്നത്. അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള പെൻഷൻ ഉണ്ട്. പക്ഷെ ഇവരെന്താ ചെയ്തെന്നാ, എല്ലാ പേരക്കുട്ടികൾക്കും ഓരോ പവനുള്ള വളം അങ്ങോട്ട് വാങ്ങിച്ചു കൊടുത്തു. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്നോ, നമ്മളും കൂടി ഉൾപ്പെടുന്ന അവർക്ക് സന്തോഷം കൊടുക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുന്നതല്ലേ ബുദ്ധി. ഞാൻ എൻ്റെ പേരക്കുട്ടിക്ക് വേണ്ടി പണം ചെലവഴിക്കുമ്പോൾ എനിക്കും കൂടി സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് പൊതുവേ ഞാൻ ചെയ്യാറ്. അല്ലാതെ അവൾക്ക് കുറേ സ്വർണം വാങ്ങി വെച്ചിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. അതിൽ ഞാൻ കുറച്ച് സെൽഫിഷാണ്. പണം കയ്യിലാണെങ്കിൽ മക്കളെ എല്ലാവരെയും കൊണ്ടൊരു യാത്രയ്ക്ക് പോകാം. അപ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒന്നാണ്. ഇനി നാലാമത്തെ പില്ലർ, അത് റിലേഷൻഷിപ്സ് ആണ്. നമുക്കറിയാം ഓൾഡ് ഏജിൽ ഒരുപാട് പേരുടെ പ്രശ്നം ഒറ്റപ്പെടലാണ്, ലോൺലിനെസ്. അതിനോട് നമ്മൾ ഫൈറ്റ് ചെയ്തേ മതിയാവും. അതിന് റിലേഷൻഷിപ്സ് നമ്മളെ ഒരുപാട് സഹായിക്കും. റോളുകളിൽ വ്യത്യാസം വരുമ്പോൾ പല റിലേഷൻഷിപ്സും അവസാനിച്ചു പോയിട്ടുണ്ടാവും. ഫാമിലിയിലും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്സിന് മാറ്റം വന്ന് കാണും. അവർക്ക് അവരുടെ കുടുംബമായി നമ്മുടെ കൂടെ ചിലവഴിക്കാൻ അവർക്ക് സമയമില്ലാതെ വരും. അതിലൊന്നും വിഷമിക്കാനൊന്നുമില്ല, അത് നല്ല കാര്യമാണ്. അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ കൃത്യമായിട്ട് ചെയ്തു പോകുന്നത്. പിന്നെ ചിലർക്കെങ്കിലും ലൈഫ് പാർട്ട്ണറിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെ താങ്ങി നിർത്തേണ്ട ശക്തമായിട്ടുള്ള ഒരു പില്ലറാണ് റിലേഷൻഷിപ്പ്. പക്ഷേ ഇവിടെ നമ്മൾ വളരെ കെയർഫുൾ ആകണം. ഒരുപക്ഷെ നമ്മുടെ ചെറുപ്പകാലത്തുള്ള റിലേഷൻഷിപ്സിലൊന്നും നമുക്ക് വലിയ ചോയ്സിന് സ്കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ജോലിയുടെ ഭാഗമായിട്ടും നമ്മുടെ പല ആവശ്യങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് കണക്ഷൻസ് ഉണ്ടാക്കേണ്ടി വന്നിരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമുക്ക് ധൈര്യമായിട്ട് റിലേഷൻഷിപ്സിൽ നമ്മുടേതായിട്ടുള്ള ഒരു ചോയ്സ് എടുക്കാം. ആരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടണം, ഒരുപാട് പേരുമായിട്ട് കൂട്ടുകൂടേണ്ട കാര്യമൊന്നുമില്ല. മനുഷ്യർ പലതരക്കാരാണ്. നമുക്ക് നമ്മളായിരിക്കാൻ സഹായിക്കുന്ന ബന്ധങ്ങൾ, അതാണ് ഇനി വേണ്ടത്. ചില ആളുകളില്ലേ എപ്പോഴും നമ്മളെ എന്തെങ്കിലും പറഞ്ഞ് ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കും. കംപ്ലയിൻറ്റ് ബോക്സസ് ആണ് കുറേ ആളുകൾ. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു പില്ലറായിട്ടത് മാറണമെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ കൃത്യമായിട്ട് തന്നെ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്നേഹവും സന്തോഷമൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കൊടുക്കാൻ തയ്യാറാവണം. കൊടുത്താലേ കിട്ടുള്ളൂ കേട്ടോ. കൊടുക്കാൻ നമ്മളൊരു കണ്ടീഷൻ വെക്കരുത്. നമ്മളെ അവർ ചൂഷണം ചെയ്യാനൊന്നും ഇടയാകരുത്. അങ്ങനെയുള്ളൊരു സുഹൃത്ത് വലയം സൃഷ്ടിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ കൂടെ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കണം.
അഞ്ചാമത്തെ കാര്യം റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമീകരണം ഉണ്ടാവണം. ഓൾഡ് ഏജിൽ നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ ക്രമീകരണം. നമുക്ക് ഉറങ്ങാനുള്ള സമയം, ഉണരാനുള്ള സമയം, പകൽ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും അല്ലെങ്കിൽ നമ്മൾ മറന്നുപോകും. ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു കൃത്യസമയത്ത് ചെയ്യുന്ന ഒരു പതിവ്. രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, രാവിലെ ഒന്നാമത്തെ എഴുന്നേൽക്കാനുള്ള സമയം, അവിടെ നമ്മളെ ഈ റുട്ടീൻ ഇല്ലെങ്കിൽ മടി പിടികൂടും. മടിയെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗമാണ് ഇങ്ങനെയുള്ള ക്രമീകരണം ഉണ്ടാക്കി കുറച്ചു കാലം നമ്മളിത് ചെയ്തു വരുമ്പോൾ അത് നമ്മുടെ ഭാഗമായിട്ട് മാറും. പ്രത്യേക ഓൾഡ് ഏജിൽ ഇത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. നമ്മൾ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ, നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കണം. ഇത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഓൾഡ് ഏജിലാണ്. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ കൃത്യമായിട്ട് ഉറങ്ങാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ചെറുപ്പക്കാർ ഇതൊന്നും പാലിക്കാറേ ഇല്ല. പക്ഷെ നമ്മൾ പാലിച്ചേ മതിയാവും. നമുക്ക് അവരെ പോലെ വലിയ ചുമടൊന്നും ചുമക്കാനില്ലല്ലോ. രാവിലെ എഴുന്നേക്കാനുള്ള മടിയെല്ലാം കളയണോട്ടാ. ഇനിയിപ്പോൾ എന്തിനാ രാവിലെ എഴുന്നേറ്റിട്ട് ചിലർ പറയണത് അതാണ്. പക്ഷേ ശക്തമായി ശാന്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണ്ടേ, അതിനിത് നിർബന്ധമാണ്. ആറാമത്തെ ഒരു സ്ട്രോങ് പില്ലറാണ് ലൈഫ് ലോങ് ലേണിംഗ്. എപ്പോഴും എന്തെങ്കിലും പഠിക്കുക. അപ്പോൾ ഈ സമയത്ത് പഠിക്കാനായിട്ട് നമുക്ക് നല്ല സന്തോഷം തരുന്ന നല്ല രസമുള്ള കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഫാസ്റ്റായിട്ട് മാറ്റങ്ങൾ വരുന്ന ഒരു ലോകമാണ്. പല കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. പണ്ട് ഞങ്ങളൊക്കെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒന്നും പഠിക്കേണ്ട, എല്ലാ പഠിത്തവും കഴിഞ്ഞു, ഒന്നും പഠിക്കാനില്ല. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ കോവിഡ് വന്നതോടുകൂടി എന്തെല്ലാം പുതിയ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പഠിക്കാൻ തയ്യാറാകാതിരുന്നവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് പിന്നോട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ എന്നും വേണ്ട ഒരു കാര്യമാണ് ലേണിംഗ്. അതിൽ ഒരു കാര്യം നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത് എന്താണെന്നോ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇതുവരെ നമ്മൾ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ട്. ആർട്ടിസ്റ്റിക് ടാലൻസ് ഇല്ലേ, അതൊക്കെ അഭ്യസിക്കുന്നത് നല്ലതാണ്. അത് അതിൻ്റേതായ രീതിയിൽ പഠിക്കുമ്പോൾ നല്ല രസമാണ്. അവിടെ ലേണിംഗ് പ്രോസസ്സാണ്. നമ്മുടെ ഓർമ്മശക്തി, കോൺസെൻട്രേഷൻ, ഇതിനെല്ലാം അത് സഹായിക്കും. ഇനിയുള്ള ജീവിതത്തിൽ നമുക്ക് വേണ്ടത് വളരെ ഗഹനങ്ങളായ കാര്യങ്ങൾ പഠിക്കലല്ല, നമ്മുടെ ജീവിതത്തെ സപ്പോർട്ട് ചെയ്യുന്ന, നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ പഠിക്കലാണ്. അപ്പോൾ അതിൽ ആർട്ടിസ്റ്റിക് ടാലൻസ് ഉള്ളവർക്ക്, ഇപ്പോൾ പടം വരയ്ക്കുന്ന ആൾ, ചിത്രരചന ക്ലാസ്സുകളിൽ പോയി അതൊന്നും കൂടി പോളിഷ് ചെയ്യുക. ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റേതായ രീതിയിൽ പഠിക്കുക. ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറൊരു ലെവലാണ്. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഇതൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും, അത് ഉറപ്പാണ്. ആഗ്രഹം പലപ്പോഴും നടക്കാറില്ല. മനുഷ്യ ജീവിതത്തിൽ അത്ഭുതകരമായൊരു കാര്യം എന്താണെന്നോ, ഞാനൊരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യുന്നു, 2-3 പേരുടെ കൂടെ ചെയ്യുന്നു, തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂടെ ആകുമ്പോൾ ബെറ്ററായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നവർക്ക് അത് നടപ്പിലാക്കാൻ സഹായിക്കാൻ വേണ്ടി ഞാനൊരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഒരു ചെറിയ ഗ്രൂപ്പിലാണ് നമ്മൾ ഈ കോഴ്സ് നടത്തുന്നത്. ഞാൻ നടത്തിയിരുന്ന കോഴ്സിന് ഏജ് ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ പ്രായമുള്ളവർ വരുമ്പോൾ അവർ ചോദിക്കാറുണ്ട് കേട്ടോ, ഞങ്ങൾ വന്നാൽ ശരിയാകുമോ, ചെറുപ്പക്കാരുടെ കൂടെ വരുമ്പോൾ ഞങ്ങൾ ആ ഗ്രൂപ്പിൽ ഫിറ്റാകുമോ, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക കോഴ്സ് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഏതായാലും അങ്ങനെ ഒരു കോഴ്സ് നടത്താനുള്ള സംവിധാനങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഇങ്ങനെ താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ 9388605198 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ പേരെഴുതണം കേട്ടോ. ഈ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെന്നും എഴുതണം. നിങ്ങൾക്ക് ഞാനതിൻ്റെ വിശദ വിവരങ്ങൾ അയച്ചു തരാം. എന്നിട്ട് നിങ്ങളത് കേട്ടിട്ട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പ്രോഗ്രാമിന് ചേരുക. അപ്പോൾ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഇതിനിടയിൽ ഈ 6 കാര്യങ്ങൾ മറന്നിട്ടില്ലല്ലോ അല്ലേ? 1 ഇന്നർ പീസ്, 2 ഹെൽത്ത് ആൻഡ് എനർജി, 3 ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, 4 റിലേഷൻഷിപ്സ്, 5 റുട്ടീൻ, 6 ലൈഫ് ലോങ് ലേണിംഗ്. വീഡിയോ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.